ഞാൻ ഈ സെൽഫോണിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുക. ഈ ഫോൺ കാരണമല്ലേ നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ പറ്റിയത്. എനിക്ക് ഒരുപാട് പേരുടെ ചീത്ത വിളി കേൾക്കാനും പറ്റി. സാറിന്റെ മോളും മറ്റവനും കൂടി പതുക്കെ പറയണോ. സാറിന്റെ മോളും മറ്റവനും കൂടി റെസ്റ്റോറന്റ് ഇരിപ്പുണ്ട്. കണ്ണ് തെറ്റിയ നീ കുരുത്തം കെട്ട പെണ്ണിന്റെ പിന്നാലെ വാടകി നടക്കുകയാണല്ലേ. മണ്ട വല്ലതും പറ്റിയ എവള് നിന്റെ മണ്ടയിലാവും. എടീ പെണ്ണേ, നീ പുളിങ്കൊമ്പേന്ന് വിട്ടുപിടി. നിങ്ങളുടെ കല്യാണം ഞാൻ ഒരു കോലത്തും നടത്തില്ല. എന്ത് നോക്കി നിക്കുവാടി? നീ റൈറ്റിലോട്ട് പോ, നീ ലെഫ്റ്റിലോട്ട് പോ. ഓടാ ഓടി. ആ ഇതാ ആണ്ടിപ്പട്ടിയാ, ചീത്ത പറയാൻ വിളിക്കുക. ഇന്ന് ഇയാൾക്ക് രണ്ടെണ്ണം. അയ്യോ വേണ്ട, കുറച്ച് കാശ് കടം മേടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർക്ക് ആക്രമണം. എക്സ്ക്യൂസ് മീ, സേഠ്ജിയുടെ മോളല്ലേ? അതെ, ഞാൻ രമേശ് പ്രസാദ്. ആ ഇത്തവണത്തെ ബിസിനസ് അവാർഡ് കിട്ടിയ. ഇരിക്കൂ. താങ്ക് യു. സാർ സത്യമല്ല, കൺകുളിർക്ക് കണ്ടല്ലോ സാർ. കണ്ടു. ഇപ്പൊ സന്തോഷായില്ലേ? അല്ല ബോധ്യായില്ലേ? ഇനി സാർ ഒന്ന് മൂളിയാ മതി. അവന്റെ കൈയോ കാലോ തലയോ എന്ത് വേണേലും വെട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്ക് തൃപ്തിയായി. അതാണ് സാർ എന്റെ സിൻസിയറിറ്റി. അതല്ലടോ, പിന്നെ ആ പയ്യനെ എനിക്ക് ഇഷ്ടായെന്ന്. അവൾ എന്റെ മോളല്ലേ, അവക്ക് തെറ്റ് പറ്റില്ല. ആ പയ്യനെ എനിക്കറിയാടോ, അവൻ മിടുക്കനാ. അവക്കതാണ് ഇഷ്ടമെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. എനിക്ക് പിന്നെ ഞാൻ ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ബൈ ബൈ. വയറ് നിറച്ചു കൊടുത്തു. അല്ല പിന്നെ ഹരിയും ഗംഗയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ അവൻ എന്റെ ആരാ? മുതലാളി. അവന്റെ പെങ്ങള് എന്റെ മോനും തമ്മിലുള്ള കല്യാണം നടന്നാൽ ഞാൻ ആരാ മുതലാളി. തീപ്പൊരിക്കുട്ടപ്പാ ഉമ്മ. ബാക്കി കാറ്റ് ഞാൻ അടിക്കാം. ഓനെ കാറ് കഴുകാൻ സഹായിക്കടാ പരമാനന്ദമായ മുരളി. നിങ്ങൾ ഇദ്ദേഹത്തിന് കാശ് കൊടുക്കാനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വൃത്തികെട്ട കാർ കഴുകണം? അയ്യോ എന്റെ മരുമകള്. ബാക്കി നീ തന്നെ ചാമ്പിക്കോ. എപ്പോഴാ തുടങ്ങിയത്? അയ്യോ എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി. വിറ്റാമിൻസിന്റെ കുറവായിരിക്കും. എന്താണത്? ഒരച്ഛന്റെ സ്നേഹ ചുംബനം. എന്താടാ നോയിക്കൊണ്ടിരിക്കുന്നത്? പോക്കറ്റിൽ നിന്ന് 3 പോയിന്റ് മോതിരോടുത്ത് ഈ പെങ്കൊച്ചിന്റെ തള്ളവരിലോട്ട് അല്ല മോതിര വിരലോട്ടിട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് വിവാഹ നിശ്ചയം. അതിന് നിങ്ങൾ ആവശ്യപ്പെട്ട സ്ത്രീധനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. കാരണം ആശുപത്രിയിൽ ഒന്നും കാണിക്കായിരുന്നില്ലേ? ഇത് ഭ്രാന്തല്ല, വെളിപാടാ. ഇന്ന് പുലർച്ചെ ഒരു അലർച്ച കേട്ട് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ സാക്ഷാൽ ഭഗവതി മുന്നിൽ. ഒറ്റ ചോദ്യം, നീ ശ്രീകുട്ടിയുടെ കല്യാണം മുടക്കും അല്ലേടാ? അമ്മേ, പ്രായച്ചിത്തം ചെയ്യാനെങ്കിൽ പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും എന്നോട് കരുണ കാണിക്കുക. കരുണ ഹരികൃഷ്ണനോടെല്ലാം വിശദമായിട്ട് പറയണം. അവൻ എനിക്ക് പിറക്കാതെ പോയ എന്റെ മകനാ. എന്റെ കാശും കട എന്നില്ലെങ്കിലേ പിറക്കാതെ പോയ മോന്റെ കയ്യോ കാലം ഞാൻ മുംബൈക്ക് കൊണ്ടുപോകും. കയ്യും കാലും വെട്ടിക്കൊണ്ടു അവനെന്താ പച്ചത്തവളയോ? അത് അവന്റെ ഇരിക്കട്ടെ. നിങ്ങളുടെ പണം ഞാൻ തരും. എന്റെ 2 ലക്ഷം സാർ. അതും ഞാൻ തരും. അപ്പൊ എന്റെ 1 ലക്ഷം അതും ഞാൻ തരും. നിനക്ക് കിട്ടാനല്ല, കിട്ടിയാ കൊള്ളായിരുന്നു. നിനക്ക് ഞാൻ തരാം. അതുകളാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരും ഞെട്ടരുത്. എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടുത്തെ ഹരികൃഷ്ണന് എന്റെ ഒരേ ഒരു മുതലാളിയുടെ ഒരേ ഒരു മകളുമായി കല്യാണം ആലോചിച്ചിരിക്കുകയാണ്. എന്റെ ഒരേ ഒരു ഉറപ്പിന്മേൽ മുതലാളി ഇത് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഹരികൃഷ്ണൻ ആരാ? ഹരീഷൻ തന്നെ. അല്ല, കോടീശ്വരനാ, കോടീശ്വരൻ. ധർമ്മേന്ദ്ര, മൺവാൾജി കാർ കഴുകൂ. മിസ്റ്റർ ധരം, എന്റെ ഈ ലഗേജിന്റെ വിലങ്ങൊന്ന് അഴിച്ചിരുന്നെങ്കിൽ. അത് കാശ് തന്നിട്ട് അഴിക്കും. നീ ഇതുവരെ ഒരു കാര്യം എന്നോട് മറച്ചു വെച്ചിട്ടില്ല. ഇപ്പോ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോ നീ എന്നെ അറിയിച്ചില്ല. മോളുടെ കല്യാണക്കാര്യത്തെ കുറിച്ചാ ഡാഡി പറഞ്ഞു വരുന്നത്. കല്യാണോ? അതെ, എന്നോർത്ത് നിന്റെ ഇഷ്ടം നോക്കാതെ ഏതെങ്കിലും കാട്ടുമാക്കാനെ നിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഡാഡിയല്ല ഈ ഡാഡി. കറക്റ്റ്. മോള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്
ഈ ഡാഡി നടത്തി തരും. എന്ന് കരുതി പഠിത്തത്തിൽ ഉഴപ്പരുത്. ഓക്കെ? സന്തോഷായില്ലേ? ഇതിന്റെ എല്ലാം സൂത്രധാരൻ ആരാ? ഞാനാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഹേയ്, ഒന്നും മനസ്സിലായില്ലേ? കുട്ടിയും ഹരീഷ്ണനും തമ്മിൽ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുന്ന ഡാഡി കണ്ടു. ഞാൻ കാണിച്ചു കൊടുത്തു. ഡാഡിക്ക് ഹരീഷ്ണനെ ബോധിച്ചു. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. ഈ പരമാനന്ദം നടത്തും. ഇനിയും വെച്ച് താമസിപ്പിക്കണോ? എന്തോന്ന്? മകളുടെ ഇഷ്ടം സാർ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ വിവാഹം പെട്ടെന്ന് നടത്തിക്കൂടെ? അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം. മതി. അതിനു മുമ്പ് ഒരു ലേണിംഗ് ലൈസൻസ് കൊടുത്തൂടെ? നിശ്ചയം, വിവാഹ നിശ്ചയം പറഞ്ഞുറപ്പിച്ചാ പിന്നെ അവര് തമ്മിൽ മിണ്ടിയെന്നും പറഞ്ഞു എന്നും കരുതി ആരും ഒന്നും പറയില്ല. ഇല്ലെങ്കിൽ ലവ് ആണ്, ലൈനാണ്, ലപ്പാണ്, ഡിങ്കരിജാനാണെന്നൊക്കെ പറഞ്ഞ് നാറ്റ കേസാക്കും. അതെ അല്ല? അത് ശരിയാ. എങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് മോതിരമാറ്റ ചടങ്ങ് നടത്താം. ഈ വരുന്ന 18-ന് 10:40-ന് 43-ന് ഇടയ്ക്ക് ഒരു രഹസ്യ മുഹൂർത്തം ഉണ്ട്. 3 മിനിറ്റിൽ മുഹൂർത്തം. പിന്നെ 11 വ്യാഴം, 12 വെള്ളി, 13 ശനി, തുടർന്ന് രാഹു ലഗ്നത്തിൽ കയറും. 2.25 മിനിറ്റ് കൊണ്ട് തീരും. തനിക്കെന്താണോ ജോലിസി അറിയാവോ? അറിയില്ല, അറിയുന്ന ആളെ കൊണ്ട് നോക്കിച്ചു. സാറിന്റെ സിൻസിയറിറ്റി ചോദ്യം ചെയ്ത് സങ്കടമുണ്ട് സാർ. ഓക്കെ പരമാനന്ദം. എങ്കിൽ താൻ ആ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഇപ്പൊ തന്നെ ഞാൻ ഉറപ്പിക്കാം. അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അല്ല, ആരായി വന്നിരിക്കുന്നത്? എത്ര കാലായിടോ കണ്ടിട്ട്. വരണം പ്ലീസ് കം. ഇതെന്റെ മകനാ, അറിയില്ലേ? അറിയോന്ന്? ഇത്തവണത്തെ എന്റെ അവാർഡ് തട്ടിയെടുത്ത മിടുക്കനല്ലേ? അവാർഡ് ഫംഗ്ഷന്റെ ഫോട്ടോ കണ്ടപ്പോഴാ അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞത്. അതൊക്കെ ഒരു കാലം അല്ലേടോ. ഇനി തന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഇവൻ ബിസിനസ് ചെയ്താൽ നന്നാവൂല എന്ന് ഞാൻ പറഞ്ഞു. അനുഗ്രഹം മേടിക്കാനാ ഞാൻ വന്നത്. എന്താ ഇത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വാ ഇരിക്കടോ. ഹലോ. ഹലോ. എന്റെ മോള് ഗംഗ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. മോള് പോയി നല്ല ചായ ഉണ്ടായിക്കൊണ്ടുവാ. നിന്റെ കൈപ്പുണ്യം ഇവരൊന്നും അറിയട്ടെ. സത്യം പറഞ്ഞ തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്റെ മാനേജർ പരമാനത്തെ ഇപ്പൊ അങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. എടോ പ്രസാദേ, ഇവനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഇഷ്ടായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഇവനെ പോലെ എന്റർപ്രൈസിംഗ് ആയിട്ട് എത്ര പേരുണ്ടാവും? ഇവനെ എനിക്ക് തന്നുകൂടെ? എന്ന് വെച്ചാൽ എന്റെ മോളും ഇവനും തമ്മിൽ പരിചയമാണെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ആ പരിചയം നമുക്കങ്ങ് കെട്ടി ഉറപ്പിച്ചാലോ? എനിക്ക് 100 വട്ടം സമ്മതം. ഇവന് 101 വട്ടം സമ്മതം. എടോ പ്രസാദേ, ഇപ്പോഴും സ്മോൾ അടിയൊക്കെ ഉണ്ടോടോ? മോളെ, നിന്റെ കാര്യ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത്. നിന്നെ എത്രയും വേഗം കെട്ടിക്കാനാണ് ഞങ്ങളുടെ പരിപാടി. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ വരുന്ന 18-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. 18-ാം തീയതിയോ? അതെ, 18-ാം തീയതി തന്നെ നമുക്ക് നിശ്ചയം നടത്തണം. തുടർന്നുള്ള മുഹൂർത്തത്തിൽ എന്റെ മകനും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്താം. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് കൊടുത്ത കാശ് തിരിച്ചിട്ടാനുള്ള യോഗം ഉണ്ടേ. അതെ, അതെല്ലാം തലയ്ക്ക് മേളിലിരിക്കുന്നവർക്ക് വിചാരിക്കണം. ഈശ്വര, ചെറുത്താൻ എവിടെ നോക്കിയാലും. അല്ല, പെണ്ണിന്റെ അച്ഛനോ ഒന്നും കാണാതെ സംസാരിക്കാതെ? എന്തിന്? അവരൊക്കെ വലിയ വലിയ ആളുകളാ. ഒന്നിനും സമയമില്ല. തിരക്കോട് തിരക്ക്. ഒന്ന് അതിനും സമയമില്ല. ഇപ്പൊ തന്നെ ഇക്കണ്ട സ്ഥാപനങ്ങളുടെ എല്ലാം ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്നെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരെന്നാലും ഇല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിട്ടു നോക്കും. ഞാൻ ഏറ്റു. ഞാനില്ലേ? എല്ലാം പറഞ്ഞതുപോലെ. അതെ, വരുന്ന 18-ാം തീയതി വിവാഹ നിശ്ചയം. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടോ, ഇന്നേ ഇവന്റെ വൈവാഹിക നിശ്ചയോ, അല്ലാതെ തന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. പോടോ, വാടോ. എടോ, താങ്കൾ ഇന്നൊരു കോടീശ്വരനാവാൻ പോവുകയാണ്. ഈ മോതിരം മാറലിലൂടെ താങ്കളുടെ സ്വഭാവവും മാറരുത്. മക്കളോ, ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം കാണും. ഓൺലൈനെ കൊണ്ട് പോകാം. സുന്ദരനായിരിക്കുന്നത്. മോതിരം എടുത്തല്ലേ? വാ.
തോളയിലേക്ക് വഴിതാടി ഉപ്പും ചാക്ക് പോലെ നിക്കോ. വന്നേ എല്ലാരും വരാ. മുമ്പിൽ വാ, ചിലപ്പോ ഫോട്ടോ എടുക്കും. വീഡിയോ പിടിക്കും. ബാ, ഈ ഐശ്വര്യം നിന്നോ. കൊണ്ട് വലത് കാലെടുത്ത് എവിടെ പോണീ തള്ള? ഓടി തട്ടി വീഴല്ലേ? ഇതാരാ? പിശാചുക്കളെ. ഓ, നാശമാകും പണ്ടാരങ്ങൾ. ശബ്ദം ഉണ്ടാക്കരുത്. കേറി പോടി. ഡോ, ഡോ. ഓ, ഡോ, തീപ്പൊരി പതുക്കെ സംസാരിക്കൂ. ഈ തള്ള കയറൂരി വിട്ടിരിക്കുകയാണോ? ഇവരെന്താ ഇങ്ങനെ? എല്ലാരും എവിടെങ്കിലും ഒക്കെ നിൽക്കൂ, ഞാൻ പോയി സൈഡിയെ കണ്ടിട്ട് വരാം. സ്വാമി പാദം എവിടെ വെച്ച് കണ്ട നല്ല പരിചയമുണ്ട്. ആ നല്ല പരിചയമുണ്ട്. ഞാൻ ഇവരോടല്ല നിങ്ങളോടാ ചോദിച്ചത്, പക്ഷെ ഇവരന്ന് തെറ്റിദ്ധരിച്ചു. എങ്ങനെ എന്റെ വിലയും കാര്യങ്ങളൊക്കെ? ആവശ്യത്തിന് കഴിച്ചോളൂ, ഫ്രീയാ. ആണോ? Cheers. അയ്യോ, ഇത് കാലിക്കുപ്പിയാ. മൂടി അയക്കടാ. മൊരിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. മോളെ അവരവിടുന്ന് ചെറുക്കൻ കൂട്ടിലെത്തി. ഞാൻ കണ്ടു. കണ്ടോ? ഉവ്വ. കണ്ടല്ലേ? എപ്പ കണ്ടു? എന്തിനാ കുട്ടികളെ അകന്ന് നിൽക്കുന്നത്? നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ? ഓ, മേഡ് ഫോർ ഈച്ച് അതർ. കോട്ടും ചൂട്ടിനേക്കാൾ നല്ല മുണ്ട് ഷർട്ടാ. അതാകുമ്പോ അഴിച്ചു കൊടുക്കുകയും ചെയ്യാം, മടക്കി കുത്തുകയും ചെയ്യാല്ല. അയ്യോ, കൈ മാറിപ്പോയാ. അത് സ്വാമി. മണവാളന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? ഞാനവനെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. ഇത് മണവാളച്ചെറുക്കന്റെ അച്ഛനാണ്. ഹലോ. ജി.വി. പ്രസാദ്. ഹലോ. അവനവിടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആ, എന്നാ നിങ്ങൾ സംസാരിച്ചു നോക്ക്. ഞാൻ തന്നെ കക്ഷിയെ വിളിച്ച കസേരയിൽ ഇരുത്തിക്കോളാം. ഹലോ ഹലോ, മണവാളന്റെ ആളാണോ? അതെ, മുംബൈയിൽ നിന്ന് ഞാനും മണവാളൻ ഒന്നിച്ചാ വന്നത്. എന്തേ? മണവാളനെ കസേര കൊണ്ടിരുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? സേഠ്ജി പറഞ്ഞു. സേഠ്ജി പറഞ്ഞു? ആ കസേരല്ല. അതെ. ഇവൻ ഇത്രയും വലിയ ആളായ? സൂര്യമണ്ഡലം ഉയർന്നിരിക്കുക. ഇങ്ങോട്ട് ഒരു മിനിറ്റ്. ഇയാളാണോ മണവാളൻ? അയ്യേ. എന്തേ അല്ല, അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. ഹലോ, കളക്ടർ വന്നു, അങ്ങോട്ട് ഇരുത്തിക്കോ. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. നീയാ? ഇത് കളക്ടർ സോമസുന്ദരം. Take it easy. ഇതാണ് മണവാളൻ. ഞാൻ സേഡ്ജി തമ്മിൽ വർഷങ്ങളുടെ പരിചയ. ബൈ ദ വൈ, എന്ത് ചെയ്യുന്നു? ഇമ്മോറൽ ട്രാഫിക് ആൻഡ് വീഡിയോ പൈറസി ഓഫ് ഇന്ത്യ. താങ്ക് യു. അതെ, മണവാളെന്ന് പുള്ളിയുടെ പേരാ. ഇതാണ് പയ്യൻ. ഇതാണ്. നമസ്കാരം. ഞാനും അതാ വിചാരിച്ചത്, ഈ സേഡ്ജിക്ക് എന്ത് പറ്റിന്ന്. ഞാൻ ഈ കളക്ടർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തിന് ആദ്യമായിട്ടാ നേരെ കാണുന്നത്. ഇതിപ്പം തൊട്ടാ സാധാരണ ഒരു വയറൻ, അല്ലാതെ പോകാനാ പറഞ്ഞത്. കൾച്ചറൽ ഫാമിലി. വിവരം ഇല്ല, ഉയരോ ഇല്ല. അവരുടെ വിചാരം കളക്ടർ തന്നെ വലിയൊരു ആളാണെന്നാ. മാഷു വാ ബൈ. മോനെ ഇവിടെ ഇരിക്കെ, ഞാൻ വന്നവരേക്ക് ഒന്ന് ടേക്ക് കെയർ ചെയ്യട്ടെ. ഓക്കെ? അതെന്താ അങ്ങനെ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ തന്നെ ആയിരിക്കില്ലേ? പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എല്ലാവരും എത്തി. ഓ, അത് ശരി. സാർ, ഈ തടിവെട്ടുകാരൻ അല്ലേ, വെടിക്കെട്ടുകാരൻ കാരണം ഹരീഷിന്റെ ഏട്ടനാ. ഏട്ടൻ നമ്മൾ തമ്മില് ഇതുവരെ ഒന്നും പരിചയപ്പെടാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പൊ പരിചയപ്പെട്ടില്ലേ, പിന്നെന്താ? ഇദ്ദേഹത്തെ ആ ചെയറിലേക്ക് ഇരുത്തു. ആ, ഓ. ഞാൻ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന്. ഓക്കെ. ആ കാണുന്ന കസേരല്ലേ. അപ്പൊ അതെ, എനിക്ക് സേഡ്ജിയോടൊന്ന് സോറി പറയണം. എന്തിന്? ഞാൻ അദ്ദേഹത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലോ? എന്ത് മണ്ടത്തരായി പറയുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്ന ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ആണോ? ഇരിക്കേ. ഒരു മിനിറ്റ്. സാർ, അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. ഇവരൊക്കെ ആരാ? അത് താൻ അറിയണ്ട. ഓ റാൽഫ്, ഐ ആം സോറി. എക്സ്ക്യൂസ് മീ. ഇരിക്കെ. 1 മിനിറ്റ് പ്ലീസ്. 1 മിനിറ്റ്. ഇങ്ങോട്ടാണ് വരണം. കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോ. എനിക്ക് ദാഹിക്കുന്നില്ല. കഴിച്ചോളൂ, ദാഹിക്കുമ്പോ ഇനി കഴിക്കണ്ടല്ലോ. വല്ലയിടത്തും കയറി ഇരുന്ന്. ഇതൊക്കെ മൂടി വെച്ച ഓരോരുത്തരെ കാവലും നിൽക്കണ്ടല്ലോ. ആരെങ്കിലും എടുത്തോണ്ട് ഓടുന്നു വിചാരിച്ചിട്ടാ. ഇതൊന്നും തുറന്നേടാ. മോൻ എന്താ ഇവിടെ ഇരിക്കണേ? ഇവിടെയാണോ ഇരിക്കണേ? ബാബാ സോറി. വേഗം വാ. എന്തായി? പേടിയണ്ട. പേടിയണ്ട. ഇല്ല. ഒരെണ്ണം താങ്ങിക്കോ. ആർക്കിട്ട്?
ഇതാ കാണുന്ന സർവത്തോടെ ചെന്ന് 2 വീശിക്കോ. മേടിക്കണ്ടെന്ന് കാശ് കൊടുക്കണ്ട. ഒന്നും ശരിയാവില്ലെന്ന്. അല്ല ഇത് എന്റെ എടോ അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി, അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടോ തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറിന്റെ പണി നോക്കിയോ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തുതരാം. വന്ന കാറ് എന്ത് വന്നേ. സോറി. വന്നേ. ആ കാറിന്റെ ഡ്രൈവർ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ഇവിടെ നിൽക്കുക, അത്ര തന്നെ. ഹലോ. ഇനി ആ കസേര കയറിയിരുന്നല്ലേ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ചോദിക്കാൻ മറന്നുപോയി, കുടിക്കാൻ എന്തെങ്കിലും ആവാം. സോഡ ഒഴിക്കണ, വെള്ളം ഒഴിക്കണ? അതൊന്നും വേണ്ട. ഡ്രൈയാ, ചങ്ക് പാടി പോകുമ്പോണ്ടേ. അതെ അച്ഛാ, ഒരാള്. സാർ, ഐ ആം ജി വി പ്രസാദ്. എന്റെ മകൻ രമേശ് പ്രസാദ്. ഇവനാണ് ചെറുക്കൻ. അപ്പൊ ആദ്യം ഒരാളെ പരിചയപ്പെട്ടതോ? ആദ്യം പരിചയപ്പെട്ടത് മണവാളൻ, പിന്നെ പരിചയപ്പെട്ടത് പയ്യൻ. അപ്പൊ ഇതോ? ഇതയാളുടെ ചക്കൻ. പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഒന്നിങ്ങി വന്നാട്ടെ. ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ ആരാ മനസ്സിലായില്ല? ഞാൻ പയ്യന്റെ ബന്ധുക്കാരൻ. ഏതൊരു മണവാളന്റെ കാര്യം പറഞ്ഞു. അത് ദുബായിന്ന് ബോംബെ വഴി ധർമ്മേന്ദ്രൻ കൂടെ വന്നില്ലേ? ധർമ്മേന്ദ്ര ഒന്നുണ്ടോ? പിന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ട് വരും താനാരാ ധർമ്മേന്ദ്ര അച്ഛനാ? എന്നാ ഒന്ന് കാണണമല്ലോ. അതല്ല, ധർമ്മേന്ദ്ര ഒന്ന് കാണണമല്ലോ. ധർമ്മോ, ഇതാണ് ധർമ്മേന്ദ്ര. മേരാനാം നിങ്ങളുടെ ദോസ്ത്. താനുടെ മനുഷ്യനെ കളിയാക്ക. ധർമ്മേന്ദ്രയെ കണ്ട മനസ്സിലാക്കാൻ കാഴ്ചയുള്ള കണ്ണെനിക്കുണ്ട്. ഇത് നല്ല കൂത്ത്. ഇയാള് പറയണത് താൻ ധർമ്മേന്ദ്ര അല്ലെന്ന്. അപ്പൊ താൻ കള്ളപ്പന്നിയാണോ ബോംബെന്ന് വന്നത്? ഏത് കള്ളപ്പന്നിയാണാ പറഞ്ഞത്? കള്ളപ്പന്നി അല്ല, നീ വെള്ളപ്പന്നി. നീ ധാരാവി കേട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടേന്ന്. ഞാൻ ധർമ്മേന്ദ്രല്ലേ നിന്നോട് ആരാടാ പറഞ്ഞത്? ഞാൻ മണവാളന്റെ അച്ഛനാ. മണവാളിന്റെ അച്ഛനാ? മണവാളിൽ ഇത്രയും ഭംഗിയുള്ള തന്തയുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടാ പറയൂല, ഒരു മാച്ചും ഇല്ല. ഒരെണ്ണം പിടിപ്പിക്കണം. പിടിച്ചതൊക്കെ മതി. മണവാളിനെ കാണാ. ആവോ തന്താജി. ഇതാണ് അന്നദാന രേഖ. ഞാൻ എന്താ കാക്കാനില്ല. വസുതി വാങ്ങട്. ഇതാണ് ഒരു കൈ. ശരിക്കും ഹസ്തരേഖ ശാസ്ത്രം. നിന്റെ അച്ഛൻ അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. നോ, എനിക്ക് ഇങ്ങനത്തെ ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ഇവരൊക്കെ? ഇവിടെ ഒരുത്തൻ ധർമ്മേന്ദ്ര എന്നും പറഞ്ഞ എന്നെ തൂണിച്ചാടി എടുത്ത് ഇടിച്ചു. ഇവന്റെ അച്ഛനാണെന്നും പറഞ്ഞ എന്നെ അടിച്ചു. ഇവന്റെ അമ്മയെ ഞാൻ ചതിച്ചു അത്രേ. എന്റെ അമ്മയെ ചതിച്ചില്ല പിന്നെ ഞാനങ്ങനെ എന്തായി? ഞാൻ കരുതിയത് ഇവരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ. നിങ്ങളുടെ ആൾക്കാരെന്നാ ഞാൻ കരുതിയത്. ഈ അലവലാദികളോ, ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല. പറയാൻ താനാരാ? സാർ, ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? സാറേ എന്റെ പൊന്ന് സാറേ, അങ്ങയുടെ മകള് സ്നേഹിച്ച ഈ ഹരീഷിനെ കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് സാറ് പറഞ്ഞനുസരിച്ച് ഞാനല്ലേ പോയി കല്യാണം ഉറപ്പിച്ചത്. എന്നിട്ട് സാർ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിച്ച സ്മോൾ അടിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. കുറച്ച് ധൈര്യം ഉണ്ടോന്നേ. ഇപ്പൊ കെട്ടിറക്കാം. താൻ എന്താണോ പറഞ്ഞത്? എന്റെ മകൾ ഈ തെണ്ടിയെ സ്നേഹിച്ചു വന്നു. അവൾ ഇഷ്ടപ്പെട്ടതും ഞാൻ ഉറപ്പിച്ചതും ഈ നിൽക്കുന്ന രമേശുമായിട്ടുള്ള വിവാഹമാണ്. എന്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള ഇവനുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. താനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നവരെ താൻ തന്നെ പറഞ്ഞു വിടണോ അതോ ഞാൻ ആട്ടിപ്പുറത്താക്കണോ? ആട്ടിപ്പുറത്താക്കാൻ വരട്ടെ. അതിനു മുമ്പ് താൻ തന്റെ മോളോട് തന്നെ ചോദിച്ചു നോക്ക്. അവള് സ്നേഹിച്ച എന്റെ അനിയൻ ഹരിയാണോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന യോഗ്യനാണോ എന്ന്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് എന്താ ഇതൊക്കെ? ഹരിയായിട്ടുള്ള വിവാഹത്തിന് ഡാഡി സമ്മതിച്ചല്ലേ? ഇപ്പൊ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയാ? ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ലെന്ന്. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്.
അതൊക്കെ ഈ പഠിക്കൽ ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ പോവും. എടോ, പണമുണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. ഇല്ലെങ്കിലേ സ്വന്തം വീട്ടിൽ തെണ്ടിപ്പിള്ളേർ ഇതുപോലെ കയറി നിരങ്ങും. കരുണ, ഇതൊക്കെയാണ് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം. കാശില്ലാത്തവൻ എന്നും അപമാനമേ വിധിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമങ്ങളുടെ കൂമ്പാരത്തിൽ ഈ ചെറു വിഷമം കൊണ്ട് ഉൾപ്പെടുത്തിയേനെ. വേറൊന്നും വിചാരിക്കരുത്. 3 പവന്റെ മോതിരം നഷ്ടപ്പെടുത്താനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കിപ്പോഴില്ല. അബ്ബേ, ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോവരുത്. നിന്റെ ഈ ആഗ്രഹം നടക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മുടങ്ങിയ നിശ്ചയമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, പുറത്തു. കല്യാണമായിരുന്നെങ്കിൽ ഈ മണവാളിനൊരു കൊലയാളിയായി മാറുമായിരുന്നു. എന്താ നിന്റെ പ്ലാൻ? എടാ, ചോദിച്ചത് കേട്ടില്ലേ? പ്ലാൻ ആ പെണ്ണിന്റെ കാര്യത്തിലാണോ? എന്റെ കാശിന്റെ കാര്യത്തിൽ? കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കാശ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ചുപ്രഹോ കുത്ത്. ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. സംസാ ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുപം കേറ് ഒരു പണ്ടാറ. ധർമ്മേന്ദ്ര, ബി ഹരീന്ദ്ര, ഒരു മിനിറ്റ്. നിന്റെ ജ്യേഷ്ഠൻ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ടേക്ക് മാറി നിന്നത് രഹസ്യമാ. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ആലോചിക്കും മിസ്റ്റർ ഹരി, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമോ? വരും, പക്ഷേ ഞാൻ വിളിക്കില്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല. നീ വിളിക്കുന്നു, അവൾ വരുന്നു, നിങ്ങൾ 2 പേരും കൂടി നല്ലൊരു ഹോട്ടൽ റൂമിൽ മുറിയെടുക്കുന്നു. അവളോട് കടം ചോദിക്കാനാ? കടം ചോദിക്കാൻ ആരെങ്കിലും ഹോട്ടൽ റൂമിൽ മുറിയെടുക്കോ? സോറി, ഭക്ഷണം കഴിക്കാനല്ലേ. ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ 2 പേരും മാത്രം. ഒരു 5 മിനിറ്റ് ഇമവെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇങ്ങനെ. അതെ, നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനങ്ങ് പോകും മുംബൈക്ക്. ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും 50,000 രൂപ വീശും. പിന്നെ എന്റെ 35,000 രൂപ പുഷ്പം പോലെ അവർ വാങ്ങിത്തരും. എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. ഹലോ ഹരി, ഞാൻ ഗംഗയാ. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനാ വിളിക്കുന്നത്. ഹരി എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം. ആരാ? ഗംഗയാ. എന്താ അത്യാവശ്യ കാര്യമെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. പ്രേമ നൈരാശ്യം മുത്ത് അവള് കൂട്ടാത്മഹത്യ ചെയ്യാൻ വിളിക്കായിരിക്കും. നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്ക് കണ്ട് നിനക്ക് അതിനൊന്നും തോന്നിയേക്കല്ലേട്ടാ? എന്നറിക്കാണ്ട് നീ ആത്മഹത്യ ശ്രമിച്ച കൊന്നുകളി ഞാൻ. ഈ മൊബൈൽ ഫോണും ബൈക്കിന്റെ കീയും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ചലോ, ഒരു ധൈര്യത്തിനാ. ഈ ധാരാവി പിന്നെ ഒന്ന് വേഗം വാ. ഞാൻ മംഗളൂരത്തേക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നെ ഇങ്ങോട്ട് പോണെന്ന്. നീ എന്തായി പറയണേ? തൽക്കാലം നമ്മൾ ഇവിടെ വിട്ടു പോകുന്നു. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലാതെ വേറെ മാർഗമില്ല. ഡാഡി എനിക്ക് വേറെ കല്യാണം ആലോചിക്കുക. വാ. എന്നാലും ഒളിച്ചോടുന്നൊക്കെ പറഞ്ഞ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു 3 മാസം ഇവിടുന്ന് മാറി നിന്നാ മതി. അപ്പോഴേക്കും ഡാഡിയുടെ മനസ്സ് മാറും. അതിൽ കൂടുതലൊന്നും എന്നോട് വാശി കാണിക്കാൻ ഡാഡിക്ക് പറ്റില്ല. നിനക്കറിയാലോ ഗംഗെ, ഞാനിവിടെ കടത്തിന് മേൽ കടമായിട്ട് നിൽക്കുക. ഈ അവസ്ഥയിൽ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാ കടം തീർക്കാൻ പറ്റുമോ? ആരെ കൊന്നിട്ടായാലും കടം തീർത്തല്ലേ പറ്റൂ. നീ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ പറയുന്നു കേക്ക്. ഹരി എന്റെ ഒപ്പം വന്നാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഇനി എന്റെ വീട്ടിലേക്കില്ല. ഹരിക്ക് വേണമെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ പിന്നീട് ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല. அந்த திருட்டு ராஸ்கலை கண்டுபிடிச்சு அவன் உடம்பு பீஸ் ஆக்கணும். டேய் சீக்கிரம் வாங்கடா. എനിക്കറിയാം ഹരിക്ക് വരാതിരിക്കാൻ കഴിയില്ലെന്ന്. എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലല്ലോ. ഒരു 3 മാസം എന്നെ സംരക്ഷിക്കാൻ കഴിയില്ലേ? നീയൊക്കെ വലിയ കോസ്റ്റ്ലി അല്ലേ മോളെ. എനിക്കാണെങ്കിൽ കൂലിപ്പണിയും വശമില്ല. കയ്യിൽ കാശില്ലാത്തോണ്ടാ? സ്നേഹം കൊണ്ട് മാത്രം കഴിയാൻ പറ്റൂല്ലോ. പൊളിഞ്ഞ് കുത്തുപാള എടുത്ത ഒരാളുടെ കൂടെ ഇറങ്ങി വരുന്നതെന്ന് എനിക്കറിയാം.
ഡാഡിയുടെ ലോക്കർ തുറന്ന് കൈ കിട്ടിയത് മുഴുവൻ എടുത്തു. ഉറങ്ങിയില്ലേ? ഇല്ല, ഹരി ഇതുവരെ കണ്ടില്ല. അയ്യോ എന്നെ തല്ലേ, ഞാൻ ഇന്നപ്പുറം കാട്ടുന്നില്ല സാറേ. എന്താ ആലോചിക്കുന്നേ? ഏയ്, എന്നെ കാണാണ്ട് കാരണേട്ടൻ വിഷമിക്കുണ്ടാവും. ഞാൻ വല്ല കടുങ്കൈ ചെയ്ത് കാണുമെന്ന് കരുതിയിട്ടുണ്ടാവും. പാവം. അടുത്ത ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങി ഒന്ന് വിളിച്ചാ പോരെ? ಮಂಗಳಾಪುರಂವರೆಗೂ ಹೋಗುವ ಮಂಗಳೂರು ಎಕ್ಸ್‌ಪ್ರೆಸ್ 1ನೇ ಪ್ಲಾಟ್‌ಫಾರಂನಲ್ಲಿ ಬರುತ್ತಿದೆ. ತಿರುವನಂತಪುರಂ ಮಂಗಳೂರು ಎಕ್ಸ್‌ಪ್ರೆಸ್ will leave from platform number 1 shortly. ഇത് അവന്റെ ഫോണാ, ഇവിടെ എവിടെയോ ഉണ്ട്. ആ അണ്ടർവെയറിന്റെ പോക്കറ്റില്ല. ഉണത്തണ്ട, ബാക്കിയുള്ള കൂടി കേൾക്കേണ്ടി വരും. ഞാൻ എടുക്കട്ടെ. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഇയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്പ സൗന്ദര്യമുള്ള എന്റെ അവസ്ഥ എന്താണ്? എടോ മണിയാ, ഒറ്റ കൊട്ടുന്നല്ല പോത്തെ. ഇത് കണ്ട, ഇതാ പറഞ്ഞത്. ഓണാക്കിയിട്ടുണ്ട്. ഹലോ ഏട്ടാ, ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്ക. കടക്കാരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണം. കാശിനെന്തെങ്കിലും വഴി കണ്ടിട്ട് ഞാൻ വരും. ഏട്ടാ, ഞാൻ വിളിക്കാം. എന്റെ പെട്ടി. ഉണ്ടായിരുന്ന ആളെയാണ് അന്വേഷിക്കുന്നത്. അയാൾ കഴിഞ്ഞ സ്റ്റേഷനിൽ പെട്ടിയെടുത്ത് ഇറങ്ങി പോയല്ലോ. അയാൾ തന്നെ ആരാ? അല്ല, കുട്ടി എങ്ങോട്ട് പോണത്? കുട്ടി വിഷമിക്കണ്ട, എന്റെ കൂടെ പോന്നുള്ളൂ. ഐ വിൽ ഹെൽപ്പ് യു. ഏയ്, എവിടെ പോന്നു? മോളെ, നിനക്ക് അവനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാ ഡാഡി വന്നത്. അവനെവിടെ? ഹരികൃഷ്ണൻ? എനിക്കറിയില്ല. മോള് വാ.